കഴിച്ചാ ദർശ? ഇനി എന്ത് ചെയ്യാനാണ് നിന്റെ ഉദ്ദേശം? അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. ഇതിപ്പോ ഈ പരിപ്പോട കഴിക്കണോ ഈ പാട കഴിക്കണോ ആലോചിക്കുക. അതിന് ഏതിനാ ഏറ്റവും കൂടുതൽ എണ്ണ? എന്റെ പൊന്നു കാവ്യ, നിങ്ങൾ ചൂടാവല്ലേ? നീ ഇങ്ങനെ ട്രേഡിംഗും ചെയ്ത് തമാശം പറഞ്ഞു നടന്നു. ചേച്ചിയുടെ കയ്യിലിരിപ്പ് കാരണം ചേട്ടൻ്റെ ഇപ്പോഴത്തെ സ്വഭാവത്തിൻ്റെ കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതാ. എനിക്കിനിയൊന്നും പറയാനില്ല. എടി, നീ ചൂടാവാൻ വേണ്ടി പറഞ്ഞല്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് സെറ്റാവും. ചേച്ചി പുറത്തു പോകുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അത് എപ്പോ? കാവ്യ, കാവ്യ, എടി കാവ്യ, എടി നീ നീ എല്ലാത്തിനും കിടന്ന് കളിക്കണേ. ഞാൻ കളിക്കുന്നതാണോ നിന്റെ പ്രശ്നം? നിന്റെ ട്രേഡിംഗ് അല്ലാണ്ട് വേറെ എന്തിനാ നിന്റെ തലയിലുണ്ട് ദർശ? എന്റെ പൊന്നു മോളെ, എടി ഞാൻ ട്രേഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് നഷ്ടം വന്നിട്ടുണ്ട്. എന്ന് വെച്ച് ഇനി ഒരിക്കലും ശരിയാവില്ല എന്നാ? എടി നീ എന്റെ കൂടെ നിൽക്കണ്ട. ഈ കുറ്റപ്പെടുത്താണ്ട് ദേഷ്യപ്പെടാതിരുന്നോടെ. ചേച്ചി 15-ാം തീയതി പോകുന്നുള്ള കാര്യം ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞതാ ദർശ? ഓ, ആ ഫുഡിന്റെ കേസ് അത് സെറ്റാക്കാം. സെറ്റാക്കാന്ന്. നീ ഇതും മറന്നെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരണ്ട കേട്ടോ. എടി ഇല്ല, ഞാൻ സെറ്റാക്കാന്ന്. അപ്പം ഫുഡിന്റെ പൈസ ഞാൻ ഓൾറെഡി തന്നല്ലോ. അപ്പം ആ ഫുഡല്ല, ഇത് നമ്മുടെ ചായ. വലിയ ട്രേഡർ അല്ലേ, കൊടുത്തു ഒറ്റയ്ക്ക്. അയ്യോ കാവ്യ, അപ്പൊ അതറിയില്ലേ? ട്രേഡേഴ്സിന് പൈസ ഉണ്ടാവില്ല. പുറപ്പെട്ടി എന്താ കാവ്യേ? നീ ഏതാണ് നീ? ഇനി ഇവളുടെ കൂടത്തിലെങ്ങനെ കണ്ടുണ്ടല്ലോ, നിന്നോടും കൂടെയാ. രമേശേ, മൂഞ്ചി ഇനി ഇവിടെ നിന്നുള്ള കാര്യങ്ങള് ഞാൻ പറയും, നീ അനുസരിക്കും. എന്ത്? എടാ, നമ്മൾ ഈ കണ്ട പീറ പെണ്ണുങ്ങളുടെ പിന്നാലെ കിടന്ന് കളയാനുള്ളതല്ല നമ്മുടെ ലൈഫിൽ ബ്യൂട്ടിഫുൾ മൊമെന്റ്. ധർമ്മേശ, അവള് പീർപ്പണമെന്നല്ല. നീ ഇത്രക്ക് സീരിയസ് ആണോ? ഞാൻ കുറച്ച് മാസം അടിച്ചതേ ഉള്ളൂ. എനിക്ക് അവളാണ്ട് പറ്റില്ല. എന്നാ അവളെ കെട്ടാൻ ഒരു സ്റ്റാൻഡേർഡ് വഴിയുണ്ട്. കേക്കട്ടെ നിന്റെ സ്റ്റാൻഡേർഡ് വഴി. നീ ചെറുതായിട്ട് അവളെന്നൊന്ന് ഗർഭിണിയാക്ക്. പിന്നെ വേറെ ആരും കെട്ടില്ല, കുടുംബത്തറിഞ്ഞ നാറ്റക്കേസല്ലേ. അപ്പൊ കല്യാണം നടക്കുമായിരിക്കും. പിന്നെ സിനിമയിലൊക്കെ അങ്ങനെ തന്നെയല്ലേ? ധർമ്മേശത്തെ മനസ്സിലായി. റൂമല്ലേ? AC വേണോ, നോൺ AC വേണോ, വിത്ത് ഹിഡൻ ക്യാമറ, വിത്തൗട്ട് ഹിഡൻ ക്യാമറ? എന്തിനാടാ തല്ലിയിട്ട്? എന്റെ മോന്തി നിന്റെ മോന്ത പോലെ ആവാനോ? നമ്മൾ കൂട്ടുകാരാണ്, ഗുണ്ടകളല്ല. ബുദ്ധിയില്ല. കുറച്ചെങ്കിലും ബുദ്ധിനെങ്കിലും മന്ന ബുദ്ധിനെങ്കിലും വിളിക്കായിരുന്നു. നീ ഒരു കാര്യം മനസ്സിലാക്കണം, അവളെ കെട്ടണമെങ്കിൽ ആദ്യം വളയ്ക്കേണ്ടത് അവളുടെ ചേട്ടനെയാണ്. ചേട്ടനെയോ? പിന്നെ അവളുടെ ചേട്ടന്റെ മനസ്സിൽ ഏത് ടൈപ്പ് ചെക്കനെയാണ് അവൾക്ക് നോക്കണമെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് സെറ്റാക്കാൻ പറ്റുള്ളൂ. അതിന് ഏക്കോന്നാ ഞാൻ പട്ടച്ചിരിക്കും പരിപാടി.